യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകളും ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. എൻ്റെ പേര് ഫാദർ ജോസ് കാരേക്കാട്ട്. ഞാൻ വിശുദ്ധ ഫ്രാൻസിസ് ആലസിൻ്റെ മിഷണറി സമൂഹത്തിലെ അംഗമാണ്, അതായത് MSF സഭാ സമൂഹം. എൻ്റെ സ്വദേശം തൃശ്ശൂർ ജില്ലയിലെ മാളയിലാണ്. ഞാൻ വൈദികനായിട്ട് ഏകദേശം 33 വർഷത്തോളമായി. ഞാൻ ഇന്നിവിടെ നിങ്ങൾ മുൻപിലായിരിക്കുന്നത് ദൈവം എനിക്ക് നൽകിയ ഒരു മഹത്തായ ആ ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുവാനാണ്. ഏറെ സന്തോഷമുണ്ട്. എനിക്ക് ലഭിച്ച ആ ദൈവവിളിയെക്കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ. എൻ്റെ ഭവനത്തിൽ, എൻ്റെ കുടുംബത്തിൽ എനിക്ക് എൻ്റെ മാതാപിതാക്കൾ, ഞങ്ങൾ 5 മക്കൾ, 3 ആണും 2 പെണ്ണുങ്ങളും. ഈ 3 ആണിൽ ഞങ്ങൾ 2 പേര്, ചേട്ടനും അനിയനും വൈദികർ തന്നെയാണ്. ചേട്ടനും ഇതേ സന്യാസ സമൂഹത്തിലാണ്. എൻ്റെ ദൈവവിളി അതൊരു വലിയ ദാനമാണ്, ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ആ ദൈവത്തോടൊപ്പം ആയിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ ജനത്തിനായി പ്രവർത്തിക്കുവാനായിട്ട്, നന്മയിലേക്ക്, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക്, ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനായിട്ടുള്ള മാധ്യമങ്ങളായി പ്രവർത്തിക്കുക എന്നുള്ളൊരു വിളിയാണ് യഥാർത്ഥ വൈദിക ജീവിതത്തിലേക്കുള്ള ആ ദൈവ വിളി. ആ വിളി അത്ര എളുപ്പമായി നമുക്ക് ലഭിക്കാവുന്നതല്ല. ദൈവം ആഴമായി സ്നേഹിക്കുന്നവരെ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. അതിനേക്കാളേറെ അല്പം കൂടി ദൈവം കുറച്ച് പേരെ സ്നേഹിക്കുന്നു. അവരെ തന്നോടൊപ്പം ആയിരിക്കുവാൻ, തനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വിളിക്കപ്പെടുന്നവരാണ് വൈദികർ. ആ ഒരു വിളിയാണ് അത് സന്യാസ ജീവിതത്തിലേക്കുമായിട്ടും വൈദിക ജീവിതത്തിലേക്കുമായിട്ടും വരുന്ന ആഹ്വാനമാണ് യഥാർത്ഥത്തിൽ ദൈവവിളി. ഒരു വൈദികനായി തീരുന്നതിലൂടെ ആ ദൈവികമായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കത്തക്ക രീതിയിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് അതിൻ്റേതായിട്ടുള്ള ഉത്കൃഷ്ടമായ ദൗത്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി എൻ്റെ ദൈവവിളിയിലേക്ക് ഞാൻ എങ്ങനെ ഒരു വൈദികനാകാൻ പുറപ്പെട്ടു എന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എനിക്ക് ചെറുപ്പത്തിലെ 8ാം ക്ലാസ് വരെ ഏകദേശം വൈദികനാകണമെന്നുള്ളൊരു ചെറുതായിട്ടുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം വൈദികനാകാൻ തീരെ ആഗ്രഹമില്ലായിരുന്നു. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് എക്സാം എല്ലാം കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന കാലത്ത് എൻ്റെ വീടിൻ്റെ മുൻപിൽ CMC സിസ്റ്റേഴ്സിൻ്റെ മഠമാണ്. ആ മഠം പണിയുവാനായിട്ട് അവിടെ എല്ലാ ദിവസവും 2 സിസ്റ്റേഴ്സ് വരുമായിരുന്നു. അവരുടെ ആ സ്ഥലത്ത് അവർക്ക് വിശ്രമിക്കാനുള്ള ഇടമില്ലാതിരുന്ന കാരണം കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു മുറി അവർക്ക് നൽകിയിരിക്കുകയായിരുന്നു. രാവിലെ അവർ 2 പേര് വരും. അതിലൊരാൾ സ്ഥലം നോക്കാൻ പോകും, മറ്റേയാൾ മിക്കപ്പോഴും ആ മുറിയിലിരുന്ന് കുട്ടികളുടെ പരീക്ഷാ പേപ്പറുകൾ നോക്കുകയായിരിക്കും. ആ സമയം അതിലൊരാൾ എന്നോട് ചോദിച്ചു, മോനെ, ആളൂർ BLM-ൽ ദൈവവിളി ക്യാമ്പ് നടക്കുന്നുണ്ട്, നിനക്കൊന്ന് പോയിക്കൂടെ? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് തീരെ താല്പര്യമില്ല. എനിക്ക് അച്ഛനാകാനല്ല താല്പര്യം, എനിക്ക് ഡോക്ടറാകണം, മെഡിസിനിൽ സയൻറ്റിസ്റ്റ് ആകണം. അതുകൊണ്ട് സിസ്റ്ററെ, ഞാൻ അച്ഛനാകാനില്ല, സിസ്റ്റർ വേറെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു വിട് എന്നായിരുന്നു ഞാൻ സിസ്റ്ററോട് പറഞ്ഞത്. സിസ്റ്റർ വീണ്ടും വീണ്ടും എന്നോട് പറയാൻ തുടങ്ങി. അവസാനം വീട്ടിൽ മാതാപിതാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് എൻ്റെ അപ്പച്ചൻ പറഞ്ഞിരിക്കുന്നത്, ഗുരുപൂതരെയും വൈദികരെയും സന്യസ്തരെയും ഒന്നും ധിക്കരിക്കരുത്, അവരോട് അനുസരണപൂർവ്വം പ്രവർത്തിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത് ഞാൻ പോകാം സിസ്റ്ററെ. പക്ഷെ എന്നാലും ഒരു ഒഴിവ് കഴിവ് ഞാൻ പറഞ്ഞു.
കാരണം ദിവസങ്ങൾ ഇനി അധികമില്ല, പിന്നെ പോകണമെങ്കിൽ വികാരിച്ചിൻ്റെ ലെറ്റർ വേണം എന്നൊക്കെ. അപ്പം സിസ്റ്റർ എന്നോട് പറഞ്ഞു, മോനെ നീ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുക, അച്ഛൻ നിനക്ക് ലെറ്റർ തരും. അങ്ങനെ ഞാൻ ഞങ്ങളുടെ മേരടൂർ ഇൻഫൻറ്റ് ജീസസ് ചർച്ചിൽ അന്നത്തെ വികാരിയായിരുന്ന ഫാദർ ഇഗ്നേഷ്യസ് ചുങ്കത്ത്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഞാൻ പോയി. പക്ഷെ അന്ന് ആദ്യമായിട്ടാണ് ഒരു വികാരിച്ചിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നത്. കാരണം ഞാൻ വേദപാഠം പഠിച്ചത് അമ്പഴേക്കാട് CMI ആശ്രമത്തിലാണ്. അവിടുത്തെ വൈദിക വിദ്യാർത്ഥികളാണ്, പ്രത്യേകിച്ച് അതൊരു നൊവിഷ്യേറ്റ് ഹൗസായിരുന്നു. ആ വൈദിക വിദ്യാർത്ഥികളാണ് എന്നെ വേദപാഠം പഠിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് സ്ഥിരവും ആ ആശ്രമ ദേവാലയത്തിലാണ് ഞങ്ങൾ കുർബാനയ്ക്കും വേദപാഠത്തിനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇടവക പള്ളിയുമായിട്ട് വലിയ ബന്ധമില്ലായിരുന്നു, വികാരിയച്ഛനായിട്ടും വലിയ ബന്ധമില്ലായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ വികാരിയച്ഛൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അച്ഛനെ കണ്ടപ്പോഴേ തന്നെ എനിക്ക് ഭയങ്കര പേടിയായി. ഞാൻ വിയർക്കാൻ തുടങ്ങി, ആകെ വിറയ്ക്കാൻ തുടങ്ങി. അത് ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് നടന്നു നീങ്ങി ചെന്ന് അച്ഛൻ എന്നോട് ചോദിച്ചു, എന്താ മോനെ വന്നതെന്ന്. ആ വിളി കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആശ്വാസമായി. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ നമ്മുടെ ആളൂർ BLMൽ വൊക്കേഷൻ ക്യാമ്പ് നടക്കുന്നെന്ന് പറഞ്ഞു. അപ്പം എനിക്കും പോകണമെന്നൊരാഗ്രഹം, അച്ഛൻ്റെ ലെറ്റർ വേണമെന്നാണ് പറഞ്ഞത്. അപ്പം അച്ഛൻ പറഞ്ഞു, എൻ്റെ മോനെ നമ്മുടെ ഇടവിൽ നിന്ന് ഈ വർഷം ആരുമില്ല, മോൻ പോയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ലെറ്റർ തരികയായിരുന്നു. അങ്ങനെ ഞാൻ ആളൂർ BLMൽ വൊക്കേഷൻ ക്യാമ്പിന് പോയി. എനിക്ക് യാതൊരു താല്പര്യവുമില്ലായിരുന്നു അങ്ങനെ ക്ലാസ്സിലിരിക്കാനായിട്ട്. 3-ാം ദിവസം പാലായിലെ മിഷലഗിൻ്റെ സ്ഥാപകനായ കുഞ്ഞേട്ടൻ്റെ ക്ലാസ്സായിരുന്നു 3-ാം ദിവസം. ആ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തു. ആ ക്ലാസ്സിന് അവസാനം കുഞ്ഞേട്ടൻ ഇങ്ങനെ ചോദിച്ചു, ഇവിടെ ഇരിക്കുന്ന ആരൊക്കെ അച്ഛനാകാൻ ആഗ്രഹിക്കുന്നു എന്ന്. ആ സമയത്ത് ആണ് ഞാൻ ആദ്യമായിട്ട് അച്ഛനാകണമെന്ന് പറഞ്ഞ്, വൈദികനാകണമെന്ന് പറഞ്ഞ് കൈപ്പൊക്കിയത്. അങ്ങനെയാണ് ദൈവത്തിൻ്റെ വിളി, ഒരു വൈദികനാകാനുള്ള ആ വിളി ഞാൻ സ്വീകരിച്ചത്. എന്നാൽ എൻ്റെ കുടുംബത്തിൽ ആർക്കും ഇഷ്ടമല്ലായിരുന്നു ഞാനും എൻ്റെ ചേട്ടനും വൈദികനാകുന്നതിൽ. അച്ഛനെ എൻ്റെ അപ്പച്ചൻ്റെ ആഗ്രഹം എയറോനോട്ടിക്കൽ എൻജിനീയറിങ്ങിന് വിടാനായിരുന്നു. പക്ഷേ ചേട്ടൻ 10ാം ക്ലാസ് കഴിഞ്ഞ് സെമിനാരിയിൽ ചേർന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ നന്നായിട്ട് പഠിച്ചോ, നിന്നെ എത്ര വേണമെങ്കിലും ഞാൻ പഠിപ്പിക്കാം, നിനക്കിഷ്ടമുള്ള പെണ്ണിനെ നീ കെട്ടിക്കോ എന്നൊക്കെയുള്ള പ്രോത്സാഹനങ്ങൾ എനിക്ക് തന്നിരുന്നു. അമ്മയും പറഞ്ഞു, നീ പഠിച്ച് മിടുക്കനായി കുടുംബത്തിന് നമുക്കൊരു താങ്ങായിരിക്കണം. കാരണം സാമ്പത്തികമായിട്ട് നല്ലൊരു നിലയിലല്ലായിരുന്നു അക്കാലത്ത് ഞങ്ങളുടെ കുടുംബം. എന്നിരുന്നാലും പഠിപ്പിക്കാൻ എൻ്റെ മാതാപിതാക്കൾക്ക് വലിയ ആഗ്രഹമായിരുന്നു. ഞങ്ങളെല്ലാവരും നന്നായി പഠിക്കുന്നവരായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാനും വൈദികനാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാപിതാക്കൾക്ക് വളരെയേറെ സങ്കടമായിരുന്നു. എന്നിരുന്നാലും മക്കളുടെ ആഗ്രഹത്തിന് യാതൊരു തടസ്സവും നിൽക്കാതെ മാതാപിതാക്കൾ സഹകരിച്ചു. എന്നെ സെമിനാരിയിൽ കൊണ്ടുവന്നാക്കി. ഞാൻ സെമിനാരിയിൽ പോയ സമയം ആരും പ്രതീക്ഷിച്ചില്ല ഞാനൊരു വൈദികനായി തീരുമെന്ന്. എൻ്റെ സെമിനാരി കാലഘട്ടത്തിൽ, ഞാൻ സെമിനാരിൽ ചേർന്ന ദിവസം മുതൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ, അതുപോലെ തന്നെ സെമിനാരിൽ ചെയ്യാനുള്ള ജീവിത ശൈലികളിലൊന്നും യാതൊരു വീഴ്ചകളൊന്നും വരുത്താതെ, കാരണം ലക്ഷ്യം ഇതായിരുന്നു, ഒരു വൈദികനായി തീരണം എന്ന്. അതുകൊണ്ട് സെമിനാരിയിൽ പ്രത്യേകിച്ചുള്ള ഒരു പരിഗണനയൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു. അത് ഇന്നും എൻ്റെ ജീവിതത്തിലില്ല. പക്ഷെ ദൈവത്തിൻ്റെ ആ വിളിക്കനുസരിച്ച് അത് എത്രമാത്രം സെമിനാരി കാലത്തും
വൈദികനായന് ഇന്ന് വരെയും ആ എടുത്തിരിക്കുന്ന ജീവിതം, സ്വീകരിച്ചിരിക്കുന്ന വിളി ഏറ്റവും മനോഹരമായിട്ട് സാധിക്കുന്ന രീതിയിൽ ജീവിക്കുക എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് ഉള്ളത്. എൻ്റെ സെമിനാരി കാലഘട്ടം വളരെ സന്തോഷകരമായിരുന്നു. 3 വർഷം മൈനർ സെമിനാരിയിൽ, പിന്നെ അത് കഴിഞ്ഞ് നൊവിഷ്യേറ്റ് വിശാഖപട്ടണത്തായിരുന്നു. ഞങ്ങളുടെ അന്നത്തെ വിശാഖപട്ടണം പ്രോവിൻസിൻ്റെ ഭാഗമായിട്ടാണ് ചേർന്നത്. അപ്പോൾ അത് ഞങ്ങൾക്ക് നൊവിഷ്യേറ്റ് അത് വളരെ നല്ലൊരു വർഷമായിരുന്നു. കാരണം ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ടായിരുന്നു. പ്രാർത്ഥനയിൽ ഈശോയോട് അടുക്കുവാനായിട്ടുള്ള വലിയൊരു അവസരമായിരുന്നു. ഇന്നും ആ അടുപ്പം പ്രാർത്ഥനയിലൂടെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 1985 ജൂൺ 10 ഞാൻ സന്യാസിയായിട്ട് വ്രതവാഗ്ദാനം ചെയ്തു. അതിനുശേഷം 6 മാസക്കാലം നല്ല അനുഭവങ്ങളുണ്ടായിരുന്ന ദിവസങ്ങളായിരുന്നു, മാസങ്ങളായിരുന്നു. കാരണം അതിനുശേഷം ഞങ്ങൾ ആദ്യമായിട്ട് ആന്ധ്രാപ്രദേശിലായിരുന്നു ഞങ്ങൾക്ക് 1 മാസക്കാലം ഞങ്ങളുടെ അനുഭവങ്ങൾ. അവിടെ വില്ലേജുകളിൽ പോയി താമസിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദിവസങ്ങൾ, ഓരോ ദിവസവും വൈകുന്നേരങ്ങളിൽ വീടുകളിൽ പോയി പ്രാർത്ഥിക്കുകയും അന്ന് ഓരോ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ തെലുഗുവിൽ യേശു ബാബുലു യേശു ബാബുലു എന്ന് വിളിക്കുമായിരുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. കാരണം ഈശോയുടെ പ്രതിരൂപങ്ങളായിട്ട് കടന്നു ചെല്ലുമ്പോൾ അവർ വളരെയേറെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെയാണ് ഞങ്ങളെ സ്വീകരിച്ചത്. അത് ഒരിക്കലും മറക്കാനാകാത്ത അനുഭവമാണ്. അതിനുശേഷം ഞങ്ങൾ ബാംഗ്ലൂർ വന്നു. അവിടെ സെൻറ്റ് ജോൺസ് ആംബുലൻസ് കോഴ്സ്, പിന്നീട് പലതരത്തിലുള്ള കോഴ്സുകൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. നല്ല ജീവിത അനുഭവങ്ങളിലൂടെ കടന്ന് അതിനുശേഷമാണ് 3 വർഷം ഫിലോസഫി ബാംഗ്ലൂർ സുവിദ്യ കോളേജ്, ഞങ്ങളുടെ തന്നെ ഫിലോസഫി കോളേജിൽ ഫിലോസഫി പഠിച്ചതും അതോടൊപ്പം തന്നെ ഡിഗ്രി പഠനം നടത്തിയതും. അതും വളരെയേറെ പഠനം മാത്രമല്ല, പഠനത്തോടൊപ്പം തന്നെ മറ്റു പ്രവർത്തനങ്ങളും ജോലികളും ചെയ്ത് പഠിക്കുക എന്നുള്ളതായിരുന്നു. അതിന് 3 വർഷക്കാലം കൊണ്ട് ഫിലോസഫിയും BA ഡിഗ്രിയും എടുത്തു. അതിനുശേഷം 1 വർഷം മലപ്പുറം ഡിസ്ട്രിക്റ്റ് നിലമ്പൂർ തേൾപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു സ്കൂളിലും ഇടവകയിലുമായിട്ട് റീജൻസി ചെയ്തു. അതും വളരെ അനുഭവം നിറഞ്ഞ വർഷമായിരുന്നു. അവിടെ ഒത്തിരി ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട്. കാരണം ഒത്തിരി വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ട് എന്തിന് ഈ ജീവിതത്തിൽ നിൽക്കണം എന്ന് ചിന്തിക്കുകയുണ്ടായിരുന്നു. 2 പ്രാവശ്യം BEdന് വേണ്ടി ഇതിൽ നിന്നും പോയി BEd പഠിച്ച് ഒരു അധ്യാപകനാകാം എന്നുള്ളൊരു ചിന്ത 2 പ്രാവശ്യം അങ്ങനെ എൻ്റെ മനസ്സിൽ കടന്നു വന്നു. 2 പ്രാവശ്യം ആപ്ലിക്കേഷൻ എഴുതി വെച്ചു. പക്ഷേ അത് പോസ്റ്റ് ചെയ്തില്ല. പിന്നീട് ആ വർഷം അവസാനിച്ച് ഞാൻ തിയോളജിക്ക് പോയി. 4 വർഷം ബാംഗ്ലൂർ സെൻറ്റ് പീറ്റേഴ്സ് സെമിനാരിയിലാണ് തിയോളജി പഠിച്ചത്. ഞങ്ങളുടെ തന്നെ സഭയുടെ ഹൗസ് ഉണ്ടായിരുന്നു, അവിടെ ഞങ്ങൾ താമസിക്കുന്നു. അവിടെ നിന്ന് ഞങ്ങൾ സെൻറ്റ് പീറ്റേഴ്സ് സെമിനാരിയിൽ പോയി തിയോളജി ക്ലാസ് അറ്റൻഡ് ചെയ്ത് 1992 ഒക്ടോബറിൽ തിയോളജി തീർത്തു. പിന്നെ 6 മാസം ഡയക്കനറ്റ് മിനിസ്ട്രി ആയിരുന്നു. അതിൽ 3 മാസം ഞാൻ തിരുവനന്തപുരത്ത് വട്ടപ്പാറയിലുള്ള സെൻറ്റ് സേവിയേഴ്സ് ദേവാലയത്തിലായിരുന്നു ഞാൻ എൻ്റെ ഡയക്കനറ്റ് മിനിസ്ട്രി നടത്തിയത്. വളരെ നല്ല ഒരു അനുഭവമായിരുന്നു. അതിനുശേഷം 1993 മെയ് 2 ഞാൻ എൻ്റെ വൈദിക പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. വൈദികനായ അന്ന് മുതൽ ഞാൻ അധികം സ്ഥലങ്ങളിൽ ഇരുന്നിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് വൈദികനായി പ്രവർത്തിച്ചത് കണ്ണൂരാണ്. കണ്ണൂർ അമലോത്ഭവ മാതാ ദേവാലയത്തിൽ, പാപ്പനശ്ശേരിയിലുള്ള അമലോത്ഭവ മാതാ ദേവാലയത്തിൽ അസിസ്റ്റൻ്റ് വികാരിയായിട്ടും അതുപോലെ വൊക്കേഷൻ പ്രൊമോട്ടറായിട്ട്, അതായത്
വൈദിക ജീവിതത്തിലേക്ക് കുട്ടികളെ പിടിക്കുന്ന ഒരു ജോലിയായിരുന്നു ആദ്യം എനിക്ക് ലഭിച്ചത്. 3 വർഷം അതിനായി പ്രവർത്തിച്ചു. അസിസ്റ്റൻ്റ് വികാരിയായിരുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു അധ്യാപകനാകണമെന്ന്. അതിനുള്ളൊരവസരം കുറവായിരുന്നത് കൊണ്ട് ഞാൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അവിടെ ഒരു വളരെ ടീച്ചറിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അന്നത്തെ എൻ്റെ അവിടുത്തെ സുപ്പീരിയറായിരുന്ന വർഗീസ് പുതുപ്പറമ്പിൽ അച്ഛൻ എന്നോടിങ്ങനെ ചോദിച്ചു, സെൻട്രൽ ജയിലിൽ ഡിഗ്രി പഠിക്കുന്ന തടവുകാർക്ക് ഇംഗ്ലീഷ് എടുക്കാൻ ഒരാൾ ആവശ്യമുണ്ട്, പോകാൻ സാധിക്കുമോ? ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് എനിക്കത് സാധിച്ചുകൂടാ. അങ്ങനെ ഞാൻ 93-94 വർഷത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ BA പഠിക്കുന്ന തടവുകാർക്ക് ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാനായിട്ട് പോയി. അവിടെയാണ് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടിലും ജീവിതത്തോടുള്ള സമീപനത്തിലും ഒരു മാറ്റമുണ്ടായത്. എൻ്റെ അന്നത്തെ കുട്ടികൾ വളരെ അച്ചടക്കത്തോടുകൂടെ നമ്മൾ സാധാരണ സ്കൂളുകളിലുള്ളതുപോലെയല്ല, ഒരു പീഠം പോലെയുള്ള ബെഞ്ചിൻ്റെ നീളത്തിൽ ഉള്ള ഒരു ഡെസ്ക്കാണോ ബെഞ്ചാണോ നമുക്ക് പറയാൻ സാധിക്കില്ല. അത്തരത്തിലുള്ളൊരു ഉപകരണമായിരുന്നു അവർക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അവർ നിലത്തിരിക്കുന്നു, പുസ്തകം ആ പീഠത്തിൽ വെക്കുന്നു, അങ്ങനെ ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണ്. വളരെ അച്ചടക്കത്തോടുകൂടെ എളിമയോടുകൂടെ അവരവിടെ ഇരുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയങ്ങളിൽ എൻ്റെ ചിന്ത മറ്റൊന്നായിരുന്നു. ഇത്രയും നല്ല കുട്ടികൾ, ഇത്രയും നല്ല വ്യക്തിത്വങ്ങൾ എങ്ങനെ കുറ്റവാളികളായി തീരുന്നു? ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. പിന്നെ ചോദ്യം മുഴുവൻ ഇങ്ങനെയുള്ളവരെങ്ങനെ കുറ്റവാളികളായി തീരുന്നു എന്ന് കണ്ടുപിടിക്കുവാനുള്ള ഒരു വ്യഗ്രത എന്നിലുണ്ടായി. അതിന് 3 വർഷം അവിടെ തീർത്തതിന് ശേഷം ഞാൻ എൻജിനീയറിങ്ങിന് പോകാനായിരുന്നു എൻ്റെ ആദ്യത്തെ പ്ലാൻ. കാരണം എൻ്റെ ആഗ്രഹം, ഞാൻ വരയ്ക്കും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു ആർക്കിടെക്റ്റ് ആകാൻ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം അതിന് സഭ ആദ്യം സമ്മതിച്ചു. പിന്നെ തടസ്സങ്ങളുണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ പ്രൊവിൻഷ്യൽ വിളിച്ച് പറഞ്ഞു, അച്ഛാ, നമുക്കൊരു എഞ്ചിനീയർ പ്രീസിൻ്റെ ആവശ്യമില്ല, വേറെ എന്തെങ്കിലും പഠനത്തിന് പോകുന്നതായിരിക്കും നല്ലത് എന്ന്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാൻ എന്തിനു പോകണം? അപ്പോഴാണ് വീണ്ടും എൻ്റെ ആഗ്രഹം മനസ്സിലേക്ക് വന്നത്. അതായത് ഈ കുറ്റവാളികൾ എങ്ങനെ രൂപപ്പെടുന്നു എന്ന് പഠിക്കാനായിട്ട്. അങ്ങനെ യൂത്ത് സൈക്കോളജി പഠിക്കുക എന്നതായി എൻ്റെ ലക്ഷ്യം. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ബാംഗ്ലൂർ ക്രിസ്തുജ്യോതി കോളേജിൽ യൂത്ത് മിനിസ്ട്രിയെക്കുറിച്ച് മാസ്റ്റേഴ്സ് ചെയ്യാൻ പോയി. 2 വർഷം അത് തീർത്തു. അതിൻ്റെ ഭാഗമായിട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം കിടക്കുന്ന യുവ തടവുകാരെക്കുറിച്ച് പഠിക്കുകയും അവരെ ആത്മീയമായിട്ടും മറ്റു സാമൂഹ്യപരമായിട്ടും കുടുംബപരമായിട്ടും എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ എത്രമാത്രം ഉപകാരപ്രദമാണ് നമ്മുടെ ആത്മീയ പ്രവർത്തനങ്ങൾ എന്ന് കണ്ടുപിടിക്കുകയായിരുന്നു. അങ്ങനെ ആ പഠനം, അതായിരുന്നു എൻ്റെ തീസിസ്, ഗവേഷണ പ്രബന്ധം. അങ്ങനെ എൻ്റെ മാസ്റ്റേഴ്സ് പഠനത്തിന് ശേഷം ഞാൻ വീണ്ടും കണ്ണൂർ പാപ്പനശ്ശേരി അമലോത്ഭവ മാതാ ദേവാലയത്തിൻ്റെ വികാരിയായിട്ടും അതോടൊപ്പം തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ ആത്മീയ കാര്യങ്ങൾ നോക്കത്തക്ക രീതിയിലുള്ള ഞങ്ങൾ ചാപ്ലയനായിട്ടുള്ള അപ്പോയിൻമെൻറ്റാണ് എനിക്ക് ലഭിച്ചത്. 2 വർഷം ഞാൻ അവിടെ ചാപ്ലയനായിട്ടും ഇടവകയിലെ വികാരിയായിട്ടും പ്രവർത്തിച്ചതിന് ശേഷം ഞാൻ റോമിൽ സലേഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ഡോക്ടറേറ്റ് ചെയ്യുവാനായിട്ട് പോയി. അവിടെ ആ ഡോക്ടറേറ്റ് പ്രബന്ധവും ഞാൻ റിസർച്ച് ചെയ്തതും ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം കിടന്ന യുവ കുറ്റവാളികളെക്കുറിച്ചായിരുന്നു. അവരെങ്ങനെ കുറ്റവാളികളായി തീരുന്നു, നമുക്കെങ്ങനെ അവരെ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അതിനുള്ള കണ്ടുപിടുത്തങ്ങളായിരുന്നു ഞാൻ പ്രത്യേകമായിട്ട് ലക്ഷ്യമാക്കിയത്. അത് 2000-2003 വരെയാണ് ഞാൻ പഠനം നടത്തിയത്. അതിനുശേഷം ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് എനിക്ക് ലഭിച്ച അപ്പോയിൻമെൻറ്റ്
കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ കീഴിൽ തടവുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അവരുടെ മോചനത്തിനും അവരുടെ പുനരധിവാസത്തിനുമൊക്കെ പ്രവർത്തിക്കുന്ന ജീസസ് ഫ്രട്ടേണിറ്റി എന്ന ആ സംഘടനയുടെ സ്റ്റേറ്റ് ഡയറക്ടറായിട്ടായിരുന്നു. 2003 നവംബറിൽ ഞാൻ അതിൻ്റെ സ്റ്റേറ്റ് ഡയറക്ടറായിട്ട് നിയമനം സ്വീകരിച്ചു. 2009 സെപ്റ്റംബർ വരെ ഞാൻ അതിൻ്റെ സ്റ്റേറ്റ് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചു. ആ കാലഘട്ടത്തിൽ കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും അതിനേക്കാളേറെ ജയിൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചു. DGPമാരായിട്ട് നല്ലൊരു സഹകരണമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് DGP ആയിരുന്ന സോമരാജൻ സാറ് എൻ്റെ തീസിസ് വാങ്ങിക്കുകയും അതിനകത്തുള്ള കാര്യങ്ങൾ കണ്ട് നല്ലതാണെന്ന് കണ്ടുകൊണ്ട് അത് ജയിൽ പ്രവർത്തനങ്ങളിൽ അത് വളരെ സഹായകമാണെന്ന് എടുത്ത് അതിനുള്ള ജയിൽ നവീകരണ പ്രവർത്തനങ്ങളിൽ പരിപാടികളിലേക്ക് അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് എടുക്കുകയും ചെയ്തു. അതൊരു വലിയൊരു സഹായമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ പോലുള്ള നല്ല ഉദ്യോഗസ്ഥർ, അന്ന് ഞാൻ അവരുമായിട്ട് പ്രവർത്തിച്ചിരുന്ന എല്ലാ DGPമാരുമായിട്ട് നല്ലൊരു ബന്ധമായിരുന്നു. അവരിലൂടെ ഒത്തിരി കാര്യങ്ങൾ തടവുകാർക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് സാധിച്ചു. ആ ഒരു അനുഭവമാണ് ഇന്ന് തിരുവനന്തപുരത്തും പെരിന്തൽമണ്ണയിലുമായിട്ട് നടക്കുന്ന ഇറ്റ്സ്കാറ്റ് ഇന്ത്യ എന്ന സ്ഥാപനത്തിൻ്റെ ആരംഭം. അതായത് സമൂഹത്തിൽ നല്ല ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. നമ്മുടെ നാടിൻ്റെയും സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഉന്നമനത്തിനായി പ്രവർത്തിക്കുവാനായിട്ട് നല്ല ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരിലൂടെ നമുക്കത് സാധിക്കുമെന്ന് ഉള്ളൊരു ചിന്തയാണ് ഈ സ്ഥാപനങ്ങളുടെ തുടക്കത്തിന് കാരണമായത്. അതിനായിട്ട് ഞാൻ ചിന്തിച്ചത്, പഠിക്കാൻ കഴിവുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾ സാമ്പത്തികമായിട്ടുള്ള പരാധീനതകളാലും കുടുംബത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാലും പഠിക്കാൻ കഴിവുണ്ടായിട്ടും പഠിക്കാൻ സാഹചര്യങ്ങളും അന്തരീക്ഷവും സന്ദർഭങ്ങളുമില്ലാതെ ബുദ്ധിമുട്ടുന്ന കുട്ടികളെ കണ്ടുപിടിച്ച് അവർക്ക് അതെല്ലാം നൽകിക്കൊണ്ട് അവരെ ഉന്നതമായ ജീവിത നിലവാരങ്ങളിലേക്കും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഉതകത്തക്ക രീതിയിൽ അവരെ ഇന്ത്യൻ സിവിൽ സർവീസസ്, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് എന്നിവയെല്ലാം ലക്ഷ്യമാക്കി അവർക്ക് പഠിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അന്തരീക്ഷവും പരിശീലനവും നൽകി 8ാം ക്ലാസ് മുതൽ അവരെ പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ ഈ സ്ഥാപനം ആരംഭിച്ചത്. ഈ സ്ഥാപനം ആരംഭിക്കുന്നത് 2011 മെയ് 23-ാം തീയതിയാണ്. വളരെയേറെ ദുർഘടങ്ങളിലൂടെയാണ് ഈ സ്ഥാപനം ആരംഭിച്ചത്. സ്വന്തമായിട്ടൊരു ഭവനമില്ലായിരുന്നു. സഭയുടെ അനുവാദത്തോടു കൂടെയാണ്, അനുഗ്രഹത്തോടു കൂടെയാണ് ഈ സ്ഥാപനം ആരംഭിക്കുക. പക്ഷേ അതിന് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള ഒരു ഭവനമോ ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ശാസ്ത്രി നഗറിൽ ഇന്ന് ആയിരിക്കുന്ന ഈ ഭവനത്തിൽ ഇതിൻ്റെ ഉടമയായിരുന്ന ആനി എബ്രഹാം ആൻറ്റിയെ സമീപിക്കുകയും ആൻറ്റിയോട് എൻ്റെ ആഗ്രഹം പറയുകയും ആൻറ്റി എൻ്റെ ആഗ്രഹം കേട്ടപ്പോൾ അത് നല്ലൊരു പരിപാടിയാണ് എന്നുള്ള ചിന്തയിൽ ആൻറ്റി ഈ വീട് അന്ന് 10,000 രൂപയ്ക്ക് വാടകയ്ക്ക് തരികയായിരുന്നു. 5 വർഷത്തോളം വാടക കൊടുത്ത് ആൻറ്റി ഈ ചെറിയൊരു വിലയ്ക്ക് തരികയും അത് വാങ്ങിച്ച് ഇവിടെ ഇത് സ്ഥിരമാക്കുകയുമായിരുന്നു. ഇത് തുടങ്ങി 2 വർഷത്തിനുള്ളിലാണ് എൻ്റെ ഉറ്റ സുഹൃത്തായ DIG ആയിരുന്ന ജോസഫ് തോമസ് സാറ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ സ്മരണാർത്ഥം 1 ഏക്കറും 62 സെൻറ്റ് സ്ഥലവും പെരിന്തൽമണ്ണയിലെ പാലച്ചോടുള്ള സ്ഥലത്ത് തരികയും അവിടെ ഇതേപോലൊരു സ്ഥാപനം ആരംഭിക്കുവാനായിട്ട് എന്നോട് അഭ്യർത്ഥിക്കുകയും ചെയ്തത്. അങ്ങനെ ഒത്തിരിയേറെ സാമ്പത്തികമായ
ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്തും ആ സ്ഥലം സ്വീകരിക്കുകയും, പക്ഷേ പണമില്ലാതിരുന്നത് കൊണ്ട് ഉടനെ തുടങ്ങാനായിട്ട് സാധിച്ചില്ല. 8 വർഷങ്ങൾക്ക് ശേഷം 4 വർഷം മുമ്പാണ് അവിടെ സ്ഥാപനം പണിയുകയും ഇന്ന് അവിടെയും ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നതും. അങ്ങനെ 16 വർഷമായിട്ട് ഈ പ്രവർത്തനം നടക്കുന്നു, ഇവിടെയും തിരുവനന്തപുരത്തും പെരിന്തൽമണ്ണയിലുമായിട്ട്. വളരെ മനോഹരമായ ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു വൈദിക ജീവിതമാണ് എൻ്റേത്. നിസ്സാരരായ നമ്മിലൂടെ, എന്നിലൂടെ ദൈവം എന്നെ ഒരു ഉപകരണമാക്കി ഒത്തിരി പേരുടെ ജീവിതത്തിൽ ഒരു ഉപകരണമായി തീരുവാൻ, അവർക്ക് പഠിക്കുവാനും ഉയരുവാനുമായിട്ട് എന്നെ ഒരു ഉപകരണമാക്കി തീർത്തതിന് എനിക്കേറെ സന്തോഷമുണ്ട്. ദൈവത്തോട് എന്തെന്നില്ലാത്ത നന്ദിയും കടപ്പാടുമുണ്ട്. അങ്ങനെ ദൈവവിളി എന്നുള്ളത് വലിയൊരു ദാനമാണ്. എല്ലാവർക്കും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കിട്ടാവുന്നതല്ല. ദൈവം ആരെ വിളിക്കുന്നു, എത്ര തടസ്സങ്ങളുണ്ടാകുമെങ്കിലും കൊണ്ടുപോകും, ആഗ്രഹമില്ലെങ്കിലും കൊണ്ടുപോകും. എനിക്ക് ആഗ്രഹമില്ലായിരുന്നു, എന്നാൽ ഇന്ന് വരെ ദൈവം എന്നെ കൈവിടാതെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഒരു വൈദികനായി എന്നെ ഇന്നും നിലനിർത്തുന്നതിൽ ഏറെ സന്തോഷവും ദൈവത്തോട് എന്നും നന്ദിയും കടപ്പാടും. അതോടൊപ്പം തന്നെ ഈ അവസ്ഥയിലായിരിക്കുവാനായിട്ട്, ഇതിൽ പ്രവർത്തിക്കുവാനായിട്ട് എന്നെ സഹായിക്കുന്നത് എൻ്റെ ഒരു വലിയൊരു സൗഹൃദ വലയമാണ്, എൻ്റെ കുടുംബമാണ്, എൻ്റെ സന്യാസ കുടുംബമാണ്, MSF എന്ന കുടുംബവുമാണ്. ഇതിലൂടെ മാത്രമേ നമുക്ക് എന്തെങ്കിലും പ്രവൃത്തികൾ സമൂഹത്തിന് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ, നമ്മുടെ ജീവിതം സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, ആ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിനെല്ലാവരോടും ഞാൻ പ്രത്യേകമായിട്ട് ഈശോയുടെ നാമത്തിൽ എല്ലാവരെയും ഈശോയുടെ തിരുഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് നന്ദിയോടുകൂടെ ഞാൻ സ്മരിക്കുന്നു. എനിക്ക് ലോകമെമ്പാടും ഒത്തിരിയേറെ സുഹൃത്തുക്കളുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, എന്നെ സഹായിക്കുന്നവരുണ്ട്. എൻ്റെ ഈ വൈദിക ജീവിതം പ്രോത്സാഹിപ്പിച്ച് ഒരു വൈദികനായി ഇന്നും ഇതുപോലെ പ്രവർത്തിക്കുവാനായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവരെയും ഞാൻ പ്രാർത്ഥനയോടും നന്ദിയോടും കൂടെ അനുസ്മരിക്കുന്നു. ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു.